ഹലോ. ഇന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ 60-ാം പിറന്നാളാണേ. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഉണ്ടാക്കിട്ടോ. പിന്നെ ബാക്കി പരിപാടികളൊക്കെ വൈകിട്ടൊക്കെ ആക്കാമെന്നാണ് വിചാരിച്ചത്. വലിയ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലെങ്കിലും ഫുഡും കേക്കൊക്കെ കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. 60-ാം പിറന്നാൾ ഞങ്ങൾ ചെറിയ രീതിയിലൊക്കെ ആഘോഷിക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. എന്നാൽ പല സാഹചര്യങ്ങളും കൊണ്ട് അത് പറ്റാതായി. എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റണ രീതിയിൽ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. അങ്ങനെ വൈകിട്ടേക്കുള്ള ഫുഡൊക്കെ തയ്യാറാക്കാൻ തുടങ്ങിയിട്ടാ. ഇന്ന് സ്പെഷ്യൽ ബിരിയാണിയൊക്കെയാണ് ഉണ്ടാക്കണത്. ഇന്നത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഏട്ടനാണ് ഏറ്റെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പണികളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും ചെറിയ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദമ്മൊക്കെ ഇട്ടിട്ട് ബിരിയാണി സെറ്റാക്കിട്ടോ. ഏട്ടൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഏട്ടൻ ആണ്ടിലാണ്ടതിക്ക് മാത്രമേ ഫുഡൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കേക്ക് കട്ട് ചെയ്യാനൊന്നും ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ ഞങ്ങൾ ഒരു പ്ലേറ്റിലെടുത്തിട്ട് ഞാനും ഏട്ടനും കഴിച്ചു. അതൊക്കെ കഴിച്ചിരുന്നപ്പോഴേക്കും വിജയിച്ച് ഫാമിലി വന്നു കേട്ടോ. അവർ കൊണ്ടുവന്നതാണ് ഈ മുല്ലമുട്ട്. എനിക്കാണെങ്കിൽ മുല്ലപ്പൂവൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഈ മുല്ലപ്പൂ കണ്ടപ്പോൾ ചേച്ചിക്ക് എന്നെ എത്ര ഓർമ്മ വന്നത്. അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് എടുത്തപ്പോഴാണ് കേട്ടോ ഞങ്ങൾ അതിലൊന്നും എഴുതിയിട്ടില്ല എന്ന് അറിഞ്ഞത്. സത്യം പറയുകയാണെങ്കിൽ അനിയൻ വാങ്ങിയപ്പോൾ അത് ഞങ്ങളങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതേ ഉള്ളൂ. പിന്നെ ഇന്നാണ് ഞങ്ങളത് ഓപ്പൺ ആക്കണത്. അത് ചെറിയ രീതിയിലൊക്കെ സങ്കടമാക്കിട്ടോ. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ചേച്ചി അനിയനൊക്കെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഏട്ടൻ ഫോണും കൈ പിടിച്ച് നിൽക്കുന്നത്. അവർ വരാത്തത് ചെറിയ രീതിയിൽ സങ്കടം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഓരോരോ സാഹചര്യങ്ങളല്ലേ. ഞങ്ങൾക്കൊക്കെ കേക്ക് തന്നെങ്കിലും അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല എന്നുള്ള പരാതിയായിരുന്നു കേട്ടോ അമ്മയ്ക്ക്. അതാണ് ഈ അമ്മ പുറകെ നടക്കുന്നത്. അങ്ങനെ അമ്മയ്ക്ക് കേക്കൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഹോളിൽ വട്ടത്തിൽ ഇരുന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. ഏട്ടൻ്റെ ബിരിയാണിയെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ അവർ കൊണ്ടുവന്ന മുല്ലപ്പൂ പുറത്ത് തരികയായിരുന്നു. അപ്പോഴേക്കും മുല്ലമുട്ട് നല്ല വിരിഞ്ഞിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ.